കർണാല ബേർഡ് സാഞ്ചുറിയിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ന് എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്. വളരെയധികം ഉന്മേഷത്തിലും ത്രില്ലിലുമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെയുള്ള വിവിധതരം പക്ഷികളെയും ചിത്രശലഭങ്ങളെയും കാണാം. ഹായ് ഗൈസ്, വി ആർ ഇൻ കർണാല ബേർഡ് സാഞ്ചുറി. മുതിർന്നവർക്ക് 100 റുപ്പീസും കുട്ടികൾക്ക് 50 റുപ്പീസുമായിരുന്നു ടിക്കറ്റ് നിരക്ക്. വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ഗേറ്റും കടന്ന് ഞങ്ങൾ അങ്ങ് പോയത്. ഞങ്ങൾ ചെന്നതും ഞങ്ങളെ വരവേൽക്കാൻ എന്ന പോലെ കുറേ കുരങ്ങന്മാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മൊബൈലെല്ലാം സൂക്ഷിച്ചോ എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ചാടി വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ട്രക്കിങ്ങിനും മറ്റുമായി ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഏക്കറോളം കാണുമായിരിക്കും. കുറേ അങ്ങ് നടക്കാനുണ്ട്. നടന്നിട്ടും ഒരു പക്ഷികളെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. എന്തായാലും കുറച്ചുകൂടി നടന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പോകുന്ന വഴികളിലെല്ലാം ഓരോ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിലെല്ലാം ഓരോ പക്ഷികളെപ്പറ്റിയും സ്റ്റെമ്മിനെ പറ്റിയും ലീഫിനെ പറ്റിയും ഒക്കെയുള്ള രൂപരേഖ വരച്ച് നമുക്ക് പണ്ട് പഠിക്കാനുണ്ടായിരുന്ന ബോട്ടണിയുടെയും മറ്റും ഓർമ്മ വന്നു. പ്രാക്ടിക്കൽ ലാബിൽ നമ്മൾ കണ്ടു പരിശീലിച്ചത് തന്നെ. കുട്ടികൾക്ക് കളിക്കാനായി ഒരു ചെറിയ ഗ്രൗണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികളെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ മുളങ്കാടുകൾ. അവരുടെ ബൊട്ടാണിക്കൽ നെയിമുകളെല്ലാം ആ ബോർഡിൽ എഴുതിയിരുന്നു. 2-3 കൂടുകൾ ഞാൻ അവിടെ കണ്ടു. ഒരു കൂട്ടിൽ ഒരു തത്തയെ പിടിച്ചിട്ടുണ്ട്. മറ്റൊരു കൂട്ടിലോ ഒരു പെൺമയിലിനെയും വേറെ ഒരു പക്ഷിയെയും ഞാൻ അവിടെ കണ്ടില്ല. അതുങ്ങൾക്ക് കൂട്ടായി ഒരു തത്തയെ കൂടെ ഇടാമെന്ന് ചിന്തിച്ചുപോയി. ഒന്നുമില്ലെങ്കിലും കുറച്ചു നേരം സംസാരിച്ചെങ്കിലും ഇരിക്കാമല്ലോ രണ്ടുപേർക്കും. നമ്മുടെ നാട്ടിലെ പച്ചക്കാടുകളെ ഓർക്കുമ്പോൾ ഇതെല്ലാം ഉണങ്ങിയ ഒരു പച്ചപ്പുമില്ലാതെ പോലെ തോന്നി. ചിത്രശലഭത്തിന് പകരം അവിടെ ഒരു ചിത്രശലഭത്തിൻ്റെ മോഡൽ വെച്ചത് നന്നായി. കുട്ടികളെല്ലാം അവിടെ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും മറ്റും കണ്ടു. ഇൻസെക്ട് ഗാർഡൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ ബോർഡിലേക്ക് നോക്കി. അവിടെയും ഒന്നുമില്ല. കുറച്ചങ്ങ് നടന്നപ്പോൾ മഹാരാഷ്ട്രൻ ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ അവരുടെ ഫുഡായ മിസൽ പാവും ഉണ്ടായിരുന്നു. ഇഞ്ചിയിട്ട ചായയും കുടിച്ച് കുറച്ചു നേരം സമയം കഴിക്കാം എന്ന് വിചാരിച്ചു. ടേബിളിൻ്റെ സൈഡിൽ ഓരോ വടിയും വെച്ചിട്ടുണ്ടായിരുന്നു കുരങ്ങന്മാരെ ഓടിക്കാനായിട്ട്. കുരങ്ങന്മാർ ചാടിക്കളിക്കുന്നതും തല്ലുപിടിക്കുന്നതും കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. ഇതിനാണോ 100 രൂപയും കൊടുത്ത് ഞങ്ങളിവിടെ വന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. എന്തായാലും അവിടുത്തെ യാത്ര ഞങ്ങൾക്ക് വളരെയധികം നിരാശ തന്നെ ഉണ്ടാക്കി. നടന്ന് ക്ഷീണിച്ചതല്ലാതെ ഒരു മൃഗത്തിൻ്റെ സൗണ്ട് പോലും, ഒരു പക്ഷിയുടെ കിളിനാദം പോലും ഞങ്ങൾ അവിടെ കേട്ടില്ല. താങ്ക്സ്, വിസിറ്റ് അഗെയിൻ എന്ന ബോർഡ് നോക്കി ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് നടന്നു. അപ്പോഴും കാവലായി ഒരു കുരങ്ങിനെ കണ്ടു. ക്ഷീണം മാറ്റാനായി ഉടനെ തന്നെ ഞങ്ങൾ പോയത് നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ
അവിടുത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് കുറച്ച് ക്ഷീണം മാറി. അങ്ങനെ നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങാമെന്ന് വിചാരിച്ചു. ബൈ കൂട്ടുകാരെ.